ഇത് കണ്ടോ? ഇന്നലെ ഡയസേറെ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയപ്പോൾ അവിടുത്തെ മൂവി പ്രൊമോഷൻ്റെ ആൾക്കാരാന്ന് തോന്നുന്നു, അവർ തന്നതാണ് ഈ ഒരു റെഡ് ക്ലിപ്പ്. തിയേറ്ററിൽ വരുന്ന എല്ലാവർക്കും അവരിത് കൊടുക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് എവിടെ വെക്കണം എന്നൊരു പിടിയും കിട്ടുന്നില്ല. എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്നൊരു പേടി, ഇത് കൊണ്ടു നടക്കാനൊരു പേടി. സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയസേറെ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. പോപ്കോൺ വാങ്ങി ഈ പടത്തിന് പോകരുത്, കാശ് വേസ്റ്റാണ്. നിങ്ങൾക്കത് സമാധാനത്തോടെ ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം സിനിമ പുരോഗമിക്കും തോറും അടിവയറ്റിൽ നിന്നൊരു ഉരുണ്ടുകയറ്റാണ് നമുക്ക് അനുഭവപ്പെടുക. വയറിൻ്റെ ഉള്ളിൽ ആരോ ഒരു തീക്കനലൊക്കെ കോരിയിട്ട പോലത്തെ ഒരു ഫീല്. ശരീരമാസകലം നമുക്ക് വേദനിക്കും. പിരിമുറുക്കം കാരണം സീറ്റിൽ ഇരിപ്പുറയ്ക്കാത്ത പോലെ തോന്നും. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡയസേറെ ഈ പറഞ്ഞ തരത്തിലുള്ള ബിൽഡപ്പ് അർഹിക്കുന്നുണ്ട്. കാരണം മലയാള സിനിമയിൽ നമ്മൾ മികച്ച റോംകോം, ആക്ഷൻ, സൈക്കോളജിക്കൽ, ത്രില്ലർ, ഡ്രാമ, ഫാന്റസി ചിത്രങ്ങളെല്ലാം കണ്ടു. പക്ഷേ പ്രോപ്പർ ഹൊറർ ജോണറയിൽ ഒരു ബെഞ്ച് മാർക്ക് രാഹുൽ സദാശിവനാണ് സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് തന്നെയാണ് അയാളെ വ്യത്യസ്തനാക്കി നിലനിർത്തുന്നതും. ഭൂതകാലമൊക്കെ രാഹുൽ സദാശിവന്റെ വെറും ഒരു സൂചന മാത്രമായിരുന്നു നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും. നല്ല ആകാര വടിവത്തൊരു ഹൊറർ സിനിമ. ചിത്രത്തിൽ എടുത്തു പറയാനുള്ള, പക്ഷെ ആദ്യം ഏത് പറയണമെന്ന് അറിയാത്ത വിധത്തിൽ മികച്ചു നിൽക്കുന്ന കുറെ എലമെന്റുകളുണ്ട്. ആദ്യം തന്നെ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയാം. പ്രണവിൽ നിന്ന് ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത തരത്തില് സിനിമയെ അയാൾ കൊണ്ടുപോവുകയാണ്. ലക്ഷണമൊത്ത ഒരു പ്രൊഫഷണൽ ആക്ടർ പെർഫോമൻസ്. അതാണ് ആദ്യത്തെ ഫീല്. ഒരു ക്ലീഷേ കാമുകൻ, ഒരു സ്റ്റാർ കിഡ്, ഒരു നെപ്പോ, കഷ്ടപ്പെട്ട് ഇമോഷൻസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ചെറുക്കൻ, ഇങ്ങനെയുള്ള കുറെ സ്ഥിരം ചാപ്പുകൾ നമ്മുടെ പ്രണവ് മോഹൻലാലിനുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അയാൾ നടനായി പരിണമിച്ചതിന് പിന്നിൽ രാഹുൽ സദാശിവന്റെ പങ്ക് വളരെ വലുതാണെന്ന് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. പ്രണവിന്റെ മുഖത്തെ ഭയം, നിസ്സഹായാവസ്ഥ, ക്രോധം, റിവെഞ്ച് തുടങ്ങി അയാൾ അനുഭവിക്കുന്ന ഇമോഷൻസിനൊപ്പം സിനിമ അവസാനിക്കും വരെ പ്രേക്ഷകരുണ്ടായിരുന്നു. ഒരു ലാലേട്ടൻ റെഫറൻസും ഒരു റീക്രിയേഷനും ഒരു നെപ്പോ ബന്ധവും ഇല്ലാതെ രോഹൻ എന്ന കഥാപാത്രമായിട്ട് പ്രണവ് അങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. രാഹുൽ സദാശിവന്റെ കെയർ ഓഫിൽ എ പ്രോമിസിംഗ് ആക്ടർ അല്ലെങ്കിൽ എ ന്യൂ ആക്ടർ ഇൻ ടൗൺ എന്ന് പ്രണവ് എന്നയാളെ നിസ്സംശയം വിളിക്കാം. പേഴ്സണലി എടുത്തു പറയാൻ തോന്നുന്നത് മറ്റൊരു പ്രോമിസിംഗ് ആക്ടറെ കുറിച്ചാണ്. പക്ഷെ അതിനു മുൻപ് ഈ റെഡ് ക്ലിപ്പിനെ കുറിച്ച് പറയാം. ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും കിഡിലൻ മാർക്കറ്റിംഗ് ആണ് ഈ റെഡ് ക്ലിപ്പ്. സിനിമ തുടങ്ങുന്നതിന് മുൻപ് 3D ഗ്ലാസ്സസ് ഒക്കെ തരുന്നത് പോലെ ഈ ക്ലിപ്പ് നമുക്ക് തരും. അപ്പൊ നമ്മൾ കരുതും പടത്തിന്റെ റെഡ് തീമിലൊരു സാധനം. പക്ഷെ പടം കഴിയുമ്പോൾ മാൻഡ്രേക്ക് പോലെ ഈ ക്ലിപ്പ് നമ്മുടെ കൂടെ അങ്ങ് പോരും. ഇത് കളയാൻ പറ്റില്ല, ബാഗിൽ വെക്കാൻ പറ്റില്ല, ടേബിളിന്റെ പുറത്ത് വെക്കാൻ പറ്റില്ല. വി വിൽ തിങ്ക് അബൌട്ട് ദ ഫിലിം ഈച്ച് ആൻഡ് എവറി ടൈം വി ലുക്ക് അറ്റ് ഇറ്റ്. സിനിമയുടെ കഥയ്ക്ക് ഈ ഒരൊറ്റ മൂവ് കൊണ്ട് ഗംഭീര ഇമ്പാക്റ്റ് ആണ് കിട്ടുന്നത്. അത്രയ്ക്ക് ബ്രില്യൻറ്റ് മാർക്കറ്റിംഗ്. ഇനി നേരത്തെ മെൻഷൻ ചെയ്ത നടനിലേക്ക് വരാം. ഇവനെ ഒന്ന് നോക്കി വെച്ചോ എന്നൊക്കെ ചിലരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നില്ലേ? ഐ എം ടോക്കിംഗ് അബൌട്ട് എസ്തെറ്റിക് കുഞ്ഞമ്മ AKA അരുൺ അജികുമാർ. അതായത് ഈ സിനിമയുടെ മൂഡ് ഡാർക്ക്നെസ്സിന്റെ പീക്കിൽ പോകുന്നത് അരുണിന്റെ ക്യാരക്ടറായ കിരൺ സ്ക്രീനിൽ വരുമ്പോഴാണ്. വളരെ സട്ടിലായ കൂളായ ആക്ടിങ്. സിനിമയിൽ കിരണും നമ്മളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ വ്യത്യസ്തമായ തരം പേടിപ്പിക്കലാണ് എന്ന് മാത്രം. സിനിമയിൽ ഒരു മരണവീട് കാണിക്കുന്ന സീനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ തരുന്ന ഒരു ഹൊററിനപ്പുറത്ത് കിരൺ ഫ്രെയിമിൽ വരുന്ന സെക്കൻഡിൽ നമ്മൾ ആ മരണവീടിനകത്താണ് എന്ന് തോന്നിപ്പോ. അയാൾ സംസാരിക്കുന്നതിനിടയിൽ വിറയല്, അതിനിടയിൽ അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഭക്ഷണം കഴിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത് എന്നിങ്ങനെ വളരെ ഗ്രൗണ്ടഡ് ആയ സട്ടിൽ ആക്ടിങ്. ഈ കണ്ണുകൾ അഭിനയിക്കുക അല്ലെങ്കിൽ വിരലിന്റെ നഖം അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പരിപാടി. അതുപോലെ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോൾ ഉണ്ട്, ഒരു ക്യാരക്ടർ വീഴുന്ന സീൻ. ഇതുപോലൊരു വീഴ്ച മലയാളത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. സാധാരണ ഒരു ഹൈറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ വീഴുന്ന സീന് കാണിക്കുമ്പോൾ ഒരാൾ മുകളിൽ നിന്ന് വീഴുന്നു, താഴെ വന്ന് പതിക്കുന്നു, കുറെ ചോര വരുന്നു, അത്രയൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു വീഴ്ചയിൽ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന ഹൊററിനെ ഇത്ര അടിപൊളിയായിട്ട് ഇതിനു മുൻപ് മലയാളത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. അത് പറയുമ്പോൾ എന്റെ കൈയും കാലൊക്കെ വേദനിക്കുക. ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, ഒരു 1.5 വീഴ്ച എന്ന് മാത്രം പറയാം. മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ചിത്രത്തിലെ റോണക് സേവിയറിന്റെ പ്രോസ്തെറ്റിക് മേക്കപ്പ് ആണ്. ഫാബുലസ് വർക്ക്. ഉദാഹരണത്തിന് ദർ ഇസ് എ ഡെഡ് ബോഡി ഇൻ ദ ഫിലിം ആൻഡ് നിങ്ങൾ എൻഡ് ക്രെഡിറ്റ്സ് മുഴുവൻ കാണുന്ന ശീലമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ യു വിൽ നെവർ നോ ദാറ്റ് ഇറ്റ് വാസ് എ റിയൽ പേഴ്സൺ ലൈങ് ദർ. അതുപോലെ തന്നെ ഗിബിൻ ഗോപിനാഥിന്റെ മധുസൂദനൻ പോറ്റി എന്ന ക്യാരക്ടർ വിച്ച് വാസ് ഓൾസോ ഔട്ട്സ്റ്റാൻഡിങ്. പിന്നെ എടുത്തു പറയേണ്ടത് ജയ കുറുപ്പിന്റെ പ്രകടനമാണ്. അവര് ക്യാരക്ടറിനെ ഉള്ളിലേക്ക് എടുക്കാൻ യൂസ് ചെയ്യുന്ന എനർജി, ഡയലോഗ് ഡെലിവറി, അവരുടെ മെയ് വഴക്കം, പ്രോപ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഇതൊക്കെ മികച്ചു നിന്നു. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ചിത്രം അതുവരെ ഓടിക്കൊണ്ടിരുന്ന വേഗതയിൽ അല്പം വ്യതിചലിക്കുന്നത് പോലെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. പെട്ടെന്ന് അവസാനിച്ചൊരു ഫീല്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ കഥയിൽ പറഞ്ഞു തന്നു. അതിലൊരു പ്ലേഫുൾനെസ് കൊണ്ടുവരാനായിട്ട് സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല.
ഓൾസോ ഡേസേറ എന്നാൽ ക്രോധത്തിന്റെ ദിനം എന്നാണ് അർത്ഥം. ന്യായവിധി ദിനത്തിൽ ദൈവസിംഹാസനത്തിന് മുന്നിലേക്ക് ആത്മാക്കളെ വിളിച്ചു വരുത്തി അവിടെ നന്മ ചെയ്തവർ മോചിപ്പിക്കപ്പെടുകയും അല്ലാത്തവർ നിത്യമായ അഗ്നിജ്വാലയിലേക്ക് എറിയപ്പെടുകയും ചെയ്യും എന്നാണ് സങ്കല്പം. പക്ഷെ ആ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു റാത്ത്, ഡേ ഓഫ് റാത്ത് എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് സിനിമയുടെ ക്ലൈമാക്സിൽ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടില്ല എന്ന് തോന്നി. പിന്നെ തീർച്ചയായിട്ടും പടത്തിന്റെ സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, ഗ്രേഡിംഗ്, എഡിറ്റിംഗ് എല്ലാം പടത്തിന് ആവശ്യമായ രീതിയിൽ മികച്ചതായിരുന്നു. അതായത് ഒന്നും കൂടിയോ കുറഞ്ഞോ ഇല്ല, വിച്ച് വാസ് ഓൾസോ സംതിങ് രാഹുൽ സദാശിവൻ വാസ് ഏബിൾ ടു അച്ചീവ്. സോ ഓവറോൾ ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. പേടിയുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചിലർ ചിലപ്പോൾ തിയേറ്ററിൽ വളരെ നിർണായകമായ സീനുകളിലൊക്കെ ചെറിയ തമാശയൊക്കെ പറഞ്ഞ് ചെറിയ കമന്റ് ഒക്കെ അടിച്ച് മാസ് പറഞ്ഞ് ചിരി പടർത്താനൊക്കെ ശ്രമിക്കും. അവരെ തിയേറ്ററിൽ നിന്ന് തൂക്കിയെറിഞ്ഞ് പടം എക്സ്പീരിയൻസ് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് ഡേസേറയെ കുറിച്ച് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണം എന്ന് കരുതുന്ന കുറേ എലമെന്റുകൾ ഇതൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്.